ഇന്നത്തെ വീഡിയോയിൽ ഒരു ആനയുടെ പ്രശ്നമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മാസത്തിലധികമായി ഒരു ആന മസ്തകത്തിൽ മുറിവേറ്റ് കാട് വിട്ട് നാട്ടിലിറങ്ങുന്നു, നാട് വിട്ട് കാട്ടിൽ കയറുന്നു. ആളുകളൊക്കെ പരിഭ്രാന്തിയിലാണ്. ആദ്യം ഒരു പ്രാവശ്യം അതിനെ മയക്കുവെടി വെച്ച് പിടിച്ചു, അതിന് ചികിത്സ കൊടുത്തു. വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, സക്സസ് ആയില്ല. ഇത് സക്സസ് ആയില്ല എന്നും അതിന് തുടർ ചികിത്സ വേണ്ടി വരുമെന്നും അറിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട്. അന്ന് മുതൽ നമ്മുടെ വനം വകുപ്പും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആനയ്ക്ക് ചികിത്സ കൊടുക്കണം, ആനയ്ക്ക് ചികിത്സ വേണം, ഇനി ചികിത്സിക്കുന്ന ബുദ്ധിമുട്ടാണ്, തുടർ ചികിത്സ വേണം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇന്ന് വരെ ആ നടപടി തുടങ്ങിയിട്ടില്ല. അതും ഒരു ജീവനുള്ള ജീവിയല്ലേ, ജീവനുള്ള സാധനമാണ്. അതിന് വേദന സഹിക്കാൻ വയ്യ. അതിൻ്റെ തലയ്ക്കാണ് മുറിവ്. തലയിലോട്ടോ അല്ലെങ്കിൽ തലച്ചോറിലോട്ടോ ഒക്കെ ആ പഴുപ്പ് വ്യാപിക്കാം. അത് ഗത്യന്തരമില്ലാതെ മണ്ണും വാരി പൂശി മനുഷ്യരുടെ സമീപം വന്ന് അതിൻ്റെ ദയനീയാവസ്ഥ പലതവണ കാണിച്ചതാണ്. അതിനെക്കൊണ്ട് അതല്ലേ പറ്റൂ, അല്ലാതെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോകാൻ ആനയെക്കൊണ്ട് എനിക്ക് അറിയത്തില്ലല്ലോ. അപ്പം ഇവിടെ എന്താണ് പ്രധാന പ്രശ്നം പറയുന്നത്? അതായത് ആനക്കൂട് റെഡിയായില്ല. കാട്ടാനയെ വസിപ്പിക്കാൻ വേണ്ട ആനക്കൂട്, അതായത് ക്രാൾ റെഡിയായിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇതിനു മുൻപ് ഒരു 2 വർഷത്തോളമാകുന്നു അരിക്കൊമ്പന് വേണ്ടിയിട്ട് 86 ലക്ഷമോ എത്രയോ ചിലവാക്കി അന്ന് കൂട് പണിത്. ആ കൂടിന് ഉപയോഗം വന്നില്ല. അത് കോടനാടാണെന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. ആ കൂട് അവിടെ കിടന്നിട്ടും അതിന് ഇപ്പോൾ പറയുന്നു അതിന് ബലക്ഷയമാണ്. അപ്പോൾ എൻ്റെ സംശയം, നമുക്ക് 3 ആന പരിപാലന കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് എൻ്റെ, അതായത് കോടനാടും കോന്നിയിലും പിന്നെ കോട്ടൂരും. അപ്പോൾ ഈ കോടനാടോ കോന്നിയിലോ എവിടെങ്കിലും ഒരു നല്ലൊരു ആനക്കൂട് എപ്പോഴും റെഡിയായിരിക്കണ്ടേ? നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക കാലാവസ്ഥ സാഹചര്യം അനുസരിച്ച് കാട്ടാന എപ്പോൾ ഇറങ്ങുന്നെന്നോ, എവിടെ തകിടം മറിക്കുന്നെന്നോ, ഏത് വഴി ഓടുന്നെന്നോ, എന്താണ് അതിന് അടുത്ത പരിഹാരമെന്നോ അറിയാതെ ജനവും വനം വകുപ്പും ഉദ്യോഗസ്ഥരും ഉഴറുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു നല്ലൊരു കൂട് എപ്പോഴും റെഡിയായിരിക്കണ്ടേ? എന്തുകൊണ്ട് അധികൃതർ അത് ശ്രദ്ധിക്കുന്നില്ല? അതായത് അരിക്കൊമ്പന് വേണ്ടി ചിലവാക്കിയ കൂട് അരിക്കൊമ്പനും ഉപയോഗപ്പെട്ടില്ല, ആർക്കും ഉപയോഗപ്പെട്ടില്ല. അത് അവിടെ കിടന്നു. ഇപ്പോൾ അത് നോക്കിയിട്ട് പറയുന്നു അതിന് ബലക്ഷയം. പക്ഷേ അത് അന്നേ അത് നശിച്ചു പോകാതെ അതിനെ ബലപ്പെടുത്തി, അവിടെ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അതിനെ പരിപാലിക്കാൻ ആളുകളുണ്ടല്ലോ. ഒരു കൂട് എപ്പോഴും റെഡി ആയിരിക്കണ്ടേ? നമ്മുടെ ഹോസ്പിറ്റലിലെ എമർജൻസി സിറ്റുവേഷൻ പോലെയല്ലേ ഈ വെറ്റിനറി കേസുകൾ വരുന്നതും? ഇപ്പം നമുക്കൊരു ആന ജനമധ്യത്തിൽ ഇറങ്ങി പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടിച്ച് നമ്മളെന്തോ ചെയ്യും? അതിനെ തെങ്ങിൽ കെട്ടുമോ, മരത്തിൽ കെട്ടുമോ, എവിടാ കെട്ടാൻ പോകുന്നത്? അതിനെ എത്രയും പെട്ടെന്ന് ആ കൂടിലേക്ക് മാറ്റിയല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ കൂട് പണിതാൽ മതിയോ? അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും അനാസ്ഥ? നമുക്ക് ഇപ്പോൾ എപ്പോൾ ആന ഇറങ്ങും, കാട്ടാന ഇറങ്ങും, എപ്പം നമ്മൾ പിടിക്കണം, അതിന് സജ്ജമായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇവിടെ കൂട് പണിയാൻ 2 ആഴ്ചയായി പരിശ്രമിക്കുന്നു. ആന അവശതയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ പറയുന്നു കൂട് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇന്ന് തീരും നാളെ തീരും, കൂട് പണി പുരോഗമിക്കുന്നു, ആന അവശതയിലേക്ക് നീങ്ങുന്നു, മയക്കുവെടി വയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ്, ആനയുടെ കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് ചികിത്സ കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്താനാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ചെയ്യാവുന്നതങ്ങ് ചെയ്തുകൂടായിരുന്നു. എന്തിനിത്രയും വെച്ച് വൈകിച്ചു? ഇവിടെ ഇപ്പോൾ കൂടും കെട്ടി അതിന് ചിലവാകുന്ന ക്യാഷും പോയി, ഇത്രയും ഉദ്യോഗസ്ഥരുടെ ചിലവും എല്ലാം കഴിഞ്ഞ് ആനയും ചത്തുപോവുമോ? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ശരിക്കും ഇതൊരു വല്ലാത്തൊരു നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം തന്നെയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ
കാട് വിട്ട് ഇറങ്ങുകയും ആളുകളെ ഉപദ്രവിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ എപ്പോഴാണ് ഒരാന നമ്മുടെ കൺമുൻപിൽ വന്ന് പെടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ തന്നെ അതിനെ മയക്കുപിടി വെച്ച് പിടിച്ച് നമുക്ക് എവിടെങ്കിലും അടയ്ക്കേണ്ടി വന്നാൽ പിന്നെ കൂട് കെട്ടാൻ പോകാതെ ഒരു കൂട് നമുക്ക് എപ്പോഴും റെഡിയാക്കി ലൈവാക്കി ഒരു എമർജൻസി എന്നുള്ള നിലയ്ക്ക് ഒരു കൂട് നമ്മുടെ ഗവൺമെൻറ്റും വനം വകുപ്പും എപ്പോഴും ഒരു കൂട് റെഡിയാക്കി ഇടണ്ടേ? ഇതെന്തൊരു അനാസ്ഥയാണ്. ഇങ്ങനെയല്ല വേണ്ടത്.